എന്റെ ഒപ്പം ഇരിക്കാൻ അവൾ വളർന്നു അല്ലേ? നന്ദിനി ഇനി വളരേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വളർച്ച ഉണ്ടല്ലോ. നീ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കല്ലേ? ഇവളോടൊപ്പം ഇരുന്ന് കഴിക്കാനുള്ള അന്തസ്സേ നീ ഞങ്ങളിൽ കാണുന്നുള്ളൂ. സത്യം പറഞ്ഞാലേ അത്രയ്ക്ക് പോലും ഞാൻ കാണുന്നില്ല. നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെ മിണ്ടായിരിക്കുന്നേ? എന്ത് തീരുമാനത്തില ഇവളെ ഇങ്ങോട്ട് തിരിച്ചു കൂട്ടിക്കൊണ്ടു വന്നേ? എന്നെ എന്റെ മക്കളെയും അപമാനിക്കാന്ന് കരുതിയോ? ദേ, നിങ്ങൾ ഇവളെ കുറിച്ച് എത്ര കൊട്ടിഘോഷിച്ച് പറഞ്ഞാലും എന്നെ എന്റെ മക്കളുടെ നിഴൽ വെട്ടത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ ഇവൾക്ക് ഇവളുടെ കുടുംബത്തിനും? ഉണ്ട്. നന്ദിനി എന്റെ ഭാര്യയാ. ആ യോഗ്യത മതി എനിക്കൊപ്പം ഇരിക്കാനും വിളമ്പി തരാനും ഒക്കെ. ഏയ്, എന്ത് ഭാര്യയാടാ? നിങ്ങൾ തമ്മിൽ ഭാര്യപത്ര ബന്ധമുണ്ടോ? ഒരു മുറിയിൽ ഒന്നിച്ചുറങ്ങി നീയും ഇവളും ഈ വീടിനകത്ത് കാണിച്ചു കൊടുക്കുന്ന നാടകങ്ങളെ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ലെന്ന് നീ കരുതരുത്. നീ ഇവളുടെ ആരുമല്ല, ഇവള് നിന്റെ ആരുമല്ല. എല്ലാം ഞങ്ങളോട് പക തീർക്കാൻ വേണ്ടി മാത്രം. സത്യമല്ലോടാ? I still repeat, Nandini is my wife. നന്ദിനി എന്റെ ഭാര്യയാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കും. സൗകര്യമുള്ളവരത് കണ്ടാ മതി. എന്തിനാടി നീയൊക്കെ ഇരിക്കുന്നേ? ഇവളെ പോലുള്ള ഒരുത്തിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നല്ലത് പുറത്ത് പട്ടിണി ഇരിക്കുന്നതാ. നന്ദിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവര് ഇനി എവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണ്ട. അതേ പോയി, ദേ പോണു, ദേ വീണ്ടും പോണു, ദേ പോണു. 1 2 3. എന്താടാ ഇത്? അച്ഛാ, ഈ ബോഡി ഷേമിങ്ങും മോശം വാക്കുകളും കുറ്റമായിട്ട് കാണുന്ന ഈ കാലത്ത് നന്ദിനെയും അവളുടെ കുടുംബത്തെയും നിരന്തരം അമ്മ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി എനിക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. പത്മാ മേഡത്തിന് അത്രയ്ക്കും ഗർവുണ്ടെങ്കിലേ പട്ടിണി കിടന്ന് ചാവത്തേ ഉള്ളൂ. നന്ദിനി, താനെന്തെങ്കിലും നോക്കിയിരുന്നേ? ഇരിക്കവിടെ, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇരിക്കടോ, കഴിക്കട്ടെ ഞാൻ. ഇരിക്കടോ പെണ്ണ അവിടെ. ആഹാ, ഭാര്യ തൊട്ടടുത്തിരുന്ന് ഊട്ടുമ്പോ എന്തൊരു ടേസ്റ്റ് അല്ലേ അച്ഛാ? അച്ഛൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എവിടെ നല്ലേ? ഡാടാ, വേണ്ട വേണ്ട. അതെ, അച്ഛൻ കഴിച്ചു കഴിഞ്ഞിട്ട് പോയാൽ മതി. നന്ദിനി കൊടുത്താ. ഇവിടെ ചില ഐറ്റങ്ങളൊക്കെ മാറ്റിയെടുക്കാനുണ്ട്. ഇനി അതിനാ എൻ്റെ ശ്രമം.